ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹരിദാസ് ഹെവനിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് 2 സവാള, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളി, 2 കഷ്ണം പട്ടയില, ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മീറ്റുലർത്ത് മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഒരു നല്ല ഗ്രേവി പരുവാവണ സമയത്ത് ഇതിലേക്ക് ഒരു പിടി നാളികേരം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ തന്നെ കുതിർത്തി കഴുകി വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. ഒരു 10 മിനിറ്റ് സമയമെടുത്തു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി ആയിട്ടോ. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.